കുറച്ച് കിഴങ്ങ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞങ്ങളെ നാട്ടില് കിഴങ്ങ് എന്നാ പറയാ, കേങ്ങ് എന്നാട്ടോ പറയാ. അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് കിഴങ്ങ് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെ കേങ്ങ് എന്നാണ് കേട്ടോ പറയാ, കേങ്ങ്. പിന്നെ പല സ്ഥലങ്ങളിലും മധുരക്കിഴങ്ങ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതാ ഈ കേങ്ങ് കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നാട്ടോ. കുറച്ച് ഞങ്ങൾ ഇന്നലെ പുഴുങ്ങിയിട്ട് കഴിച്ചു, ബാക്കിയുള്ളതാണ് ഇത്. ഇത് വെച്ചിട്ട് ഞാനൊരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. പണ്ടൊക്കെ എന്റെ വീട്ടില് എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു സാധനം കേട്ടോ. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ആകുമ്പോ ഇത് എപ്പോഴും വീട്ടിൽ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. ഇത് വേണമെങ്കിൽ പച്ചക്ക് കഴിച്ചിട്ട് തിന്നാം, ഇത് വേണമെങ്കിൽ പച്ചക്ക് കഴിച്ചിട്ട് തിന്നാം. ഇത് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ഈവനിങ് സ്നാക്സ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് വെച്ചിട്ട് ഒരു സ്നാക്സ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം അല്ലെ. ആദ്യം തന്നെ ഞാൻ ഒന്ന് വൃത്തിക്ക് കഴുകിയിട്ട് ഇതിന്റെ തൊലിയൊക്കെ ഒന്ന് എടുത്ത് കളയാം. അപ്പൊ എന്തിനാ ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഒരാൾ ഇവിടെ കുത്തിന്നിട്ടുണ്ട് കേട്ടോ. എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി എന്തല്ലോ പറഞ്ഞിട്ട് ഡിസ്റ്റർബ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. മിനുടി എന്തിനാ മിനുടി ഉണ്ടാക്കുന്നത്? എന്നതാ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന്റെ തൊലി ഒന്ന് എടുക്കാം നമുക്ക്. ഇതിനോട് എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പൊ ഇതിനോട് ചിരണ്ടിട്ട് എടുക്കാം. ചിരണ്ടിട്ട് ഇങ്ങനെ കളയാം. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. ഞാനിതാ 3 കേങ്ങിന്റെയും തൊലിയെല്ലാം നന്നായിട്ട് പരണ്ടിയിട്ട് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല വൃത്തിക്ക് ഒന്ന് കഴുകാം. ഇത് നമ്മള് എല്ലാ കിഴങ്ങും നല്ല വൃത്തിക്ക് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. നൈസായിട്ട് കട്ട് ചെയ്യണം കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നൈസായിട്ട് കട്ട് ചെയ്യണം. അധികം ഇപ്പൊ എന്റെ കിഴങ്ങ് താഴെ വീഴുന്നു ഗൈസ്. ഇതുപോലെ നല്ല നൈസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഒരുപാട് കട്ടി ഉണ്ടാവാൻ പാടില്ല. അപ്പൊ നമ്മൾ ഇത് സ്നാക്സ് ഉണ്ടാക്കുന്ന സമയത്ത് ടേസ്റ്റ് ഉണ്ടാവില്ല. നല്ല മധുരം ഉണ്ട് കേട്ടോ. പച്ചക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. മിന്നൂട്ടി തീറ്റ തടഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവളെന്താ ഞാൻ മുറിക്കുന്ന ആൾക്കാർ മൊത്തം തീർക്കും തോന്നുന്നു കണ്ടിട്ടോ. നമ്മളെ കിഴങ്ങെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അവിടെ മാറ്റി വെക്കാം. അത് നമ്മുടെ സ്നാക്സ് ഉണ്ടാക്കണ്ടേ കിഴങ്ങെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളിലേക്ക് കടലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മള് കുറച്ച് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നതാ നമ്മളിലേക്ക് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. മിന്നൂട്ടിക്ക് പഞ്ചസാര എന്നാ ഭയങ്കര ഇഷ്ടമാണ്. എന്നതാ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇച്ചിരി ഒരു നുള്ള്, ഒരു പിഞ്ച്, അങ്ങനെ പറയാം, ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിന്റെ അളവെല്ലാം നിങ്ങൾ ഉണ്ടാക്കുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾ എടുത്താൽ മതി. ഞാൻ അളവൊന്നും പറഞ്ഞു തന്നിട്ട് ഉണ്ടാക്കാൻ അറിയില്ല, പറഞ്ഞു തരാൻ അറിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അതൊന്നും പറഞ്ഞു തരാത്തത്. നമ്മള് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് ലൂസായി പോണ്ട, നോക്കി വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിട്ട്. ഒരുപാട് ലൂസായാലും ചിലപ്പോ ഈ കിഴങ്ങിലൊന്നും കടലപ്പൊടി ഒന്നും പിടിക്കൂല. അപ്പൊ ഒരുപാട് ലൂസാവാതെ വേണം നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിട്ട്. ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടുള്ള പരിപാടിയാണിത്.
മിന്നുട്ടീനെ ഓടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കടലമാവ് നല്ല പോലെ ഞാൻ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഞാൻ എന്താ ഉണ്ടാക്കുന്നത് നിങ്ങളോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാനൊന്ന് ഉണ്ടാക്കുന്നത് അറിയുന്നവര് കമന്റ് ചെയ്യാ. പിന്നെ ഞാൻ ഉണ്ടാക്കുന്നതിന്റെ പേരെന്താന്ന് വെച്ചാല് പോടിയാണ് ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ പറയുന്നത്. നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് ഞാൻ ഉണ്ടാക്കിയ ശേഷം നിങ്ങൾ കമന്റ് ചെയ്യാട്ടോ. അപ്പൊ ഞാൻ ഇനി ഈ മുറിച്ച കിഴങ്ങൊക്കെ ഈ കടലമാവിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഇട്ടത് കുറച്ച് മധുരത്തിന് വേണ്ടിയിട്ടാണ്. ഈ കിഴങ്ങിന് ഇത്തിരി മധുരം ഉണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ ഇട്ടിട്ടു. പഞ്ചസാര അല്ലെങ്കിൽ നമുക്ക് ശർക്കര ഇട്ടാലും മതി കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഇതിനെ മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും തന്നെ നമുക്ക് വെയിറ്റ് ഒന്നും ചെയ്യണ്ട കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. പണ്ടൊക്കെ ഞങ്ങൾ ഒരുപാട് കഴിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴാണെങ്കിൽ നമുക്ക് കിഴങ്ങൊന്നും അങ്ങനെ കിട്ടാനും ഇല്ല, പിന്നെ ഉണ്ടാക്കാനും ഉള്ളൊരു മടി. അത് പറയാലോ, ഉണ്ടാക്കാൻ നമുക്ക് ചെറിയൊരു മടിയാണല്ലോ. പുഴുങ്ങിയിട്ട് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഇന്നലെ ഒരു 3-4 പുഴുങ്ങിയിട്ട് കൊടുത്തു. പിന്നെ നമ്മള് ബാക്കി എടുത്തിട്ട് ഇങ്ങനെ ചെയ്തെടുത്തു. ഓക്കെ, അപ്പൊ നമ്മള് നന്നായിട്ട് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് കടലമാവൊക്കെ പിടിച്ച് വരുമ്പോഴത്തേക്കും എണ്ണ ഒന്ന് ചൂടാക്കി എടുക്കാം അല്ലെ. ഞാനൊരു ചട്ടി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഫസ്റ്റ് നമുക്ക് ഇതിന്റെ വെള്ളമൊക്കെ ഒന്ന് ആറ്റിയിട്ടെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്, നല്ലോണം ചൂടായിട്ടോ. അപ്പൊ ഇതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. അതിനകത്ത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഞാനിതാ നമുക്ക് കുറച്ചധികം എണ്ണ വേണമല്ലോ. അപ്പൊ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ പോവാണെങ്കിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ പോവാണേ. കുറച്ചധികം ഉണ്ടാ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത്. പിന്നെ തീർന്നു കേട്ടോ. ഇനി നമ്മളെ എണ്ണ ഒന്ന് ചൂടാവട്ടെ. നമ്മുടെ എണ്ണ ചൂടായ നോക്കാം. ഇച്ചിരി ഇതിനകത്തോട്ട് ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. കാണുന്നുണ്ടോ ഗൈസ്? അപ്പൊ ഇത് വിട്ടിട്ടാണെങ്കിൽ നമുക്ക് കൈ കൊണ്ട് തന്നെ ഇട്ടേ പറ്റത്തുള്ളൂ. ഞാൻ പറ്റുന്നത്ര ഇട്ട് കൊടുത്തു കേട്ടോ. നിറയെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല ബ്രൗൺ കളറായി വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. തീ സിമ്മിൽ വെച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. പിന്നെ കിഴങ്ങ് വേവത്തുമില്ല. അതുകൊണ്ട് സിമ്മിലാക്കി വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം, എന്നാൽ അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഇപ്പം നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് ആയിട്ടുണ്ട്. അതൊന്ന് കോരി മാറ്റി വെച്ച ശേഷം നമുക്ക് രണ്ടാമത്തെ ട്രിപ്പും ഇട്ട് കൊടുക്കാം. ഇത് സ്പൂൺ കൊണ്ട് ഇടുന്ന സമയത്ത് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ പറ്റി കിടക്കുന്നത്, അപ്പോൾ ഇളകി കിട്ടുന്നില്ല. അതുകൊണ്ട് കൈ കൊണ്ട് ഇടുമ്പോൾ നമുക്കത് ഇളകി കിട്ടും. ഇത് നമ്മുടെ പൊടി എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത് കേങ്ങ് പൊടിയാണ്. നല്ല ടേസ്റ്റ് ആണോ. ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പഞ്ചസാര ഇട്ടുകൊണ്ട് നല്ല മധുരമുണ്ട്. ഒന്നാമത് ഈ മധുരക്കിഴങ്ങിന് ഒരു മധുരമുണ്ട്. പഞ്ചസാര ഇട്ടുകൊണ്ട് ഒന്നും കൂടി ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ ബൈ.